അനുഗ്രഹിക്കുന്ന ദൈവം, ദ ഗോഡ് ഹു ബ്ലെസ്സസ് us. പാർട്ട് 2. കഴിഞ്ഞ ദിവസം ദൈവം അനുഗ്രഹിക്കാൻ ഓടി വരുന്ന ദൈവമാണെന്നും നമ്മളെ ശിക്ഷിക്കാൻ വളരെ താമസിച്ചേ വരത്തുള്ളൂ. കാരണം നമ്മളെ വിഷമിപ്പിക്കുന്ന ദൈവത്തിന് സങ്കടം. അത് സത്യമാണ്. വളരെ സ്നേഹത്തോടെ ഓടി വരുന്നൊരു ദൈവം എനിക്കുണ്ട്. അബ്രഹാമിനെ അനുഗ്രഹിച്ച അനുഗ്രഹങ്ങളെല്ലാം എനിക്കും ലഭിക്കാൻ ഞാൻ ഇന്ന് ദൈവത്തിൻ്റെ മുദ്രയായി മാറിയിരിക്കുന്നു. വിശ്വാസികളോടാണ് സംസാരിക്കുന്നത്. എനിക്ക് ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നമ്മൾ ചില നിബന്ധനകളുണ്ട് അനുഗ്രഹം ലഭിക്കാൻ. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു, അനുഗ്രഹിക്കുന്നല്ല, അനുഗ്രഹിച്ചു. ഉൽപ്പത്തി 12-ന്റെ 2-ാം വാക്യം ഒന്നും കൂടെ വായിക്കാം. കാരണം ഇതെല്ലാം വളരെ കാതലായ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉറയ്ക്കേണ്ടതാണ്, ഉറച്ചിരിക്കണം. 2 പറയുന്നത്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അബ്രഹാമിനെ വിളിച്ചു മാറ്റിയിട്ട് പറയുകയാണ് ദൈവം, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിൽ കൂടെയാണ് യഹൂദൻ്റെയും നമ്മുടേതും മുസ്ലിങ്ങളുടെയും ഒക്കെ ഒറിജിൻ അബ്രഹാമിൻ്റെ മക്കളായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. അപ്പോൾ നമ്മളൊരു ഭൂമിയുടെ അനുഗ്രഹമാണെന്നുള്ളതിന് സംശയമില്ല. ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇറ്റ്സ് എ പാസ്റ്റ് ടെൻസ്. അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ചിലപ്പോഴും നമ്മൾക്ക് അനുഗ്രഹങ്ങൾ തടസ്സം വരുന്നത്? അതിന് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതെന്നല്ല. 3 കാര്യങ്ങൾ വിട്ടുമാറാനായിട്ട്, വിട്ടൊഴിയണം. നീ ചില കാര്യങ്ങൾ വിട്ടുമാറിയൊക്കത്തുള്ളൂ, നിർബന്ധമായിട്ടും വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നു. ഉൽപ്പത്തി 12-1 യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തെന്നാൽ എന്തെന്നാൽ, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. എന്തൊക്കെയാണ് വിട്ടുമാറേണ്ടത്? അപ്പം ദൈവം പറയാണ്, നിൻ്റെ ദേശത്തെ, നിൻ്റെ ചാർച്ചക്കാരെ, നിൻ്റെ പിതൃഭവനത്തെ. ദേശമുണ്ട്, ചാർച്ചക്കാരുണ്ട്, പിതൃഭവനമുണ്ട്. എൻ്റെ ദേശത്ത് എനിക്ക് വളരെ ഫെമിലിയറാണ്, എനിക്ക് ചുറ്റുപാടുള്ളത്, എന്നെ എല്ലാവർക്കും അറിയാം, ഞാൻ എല്ലാവരെയും അറിയുന്നുള്ളൂ. അങ്ങനെ ഒരു ഭയമില്ലാതെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഈ ദേശം കൊണ്ട് നിനക്ക് ഗുണമുണ്ടാകാൻ പോകുന്നില്ല. ദൈവം പറയാം, നിൻ്റെ ദേശക്കാരെ വേണം, നിൻ്റെ ചാർച്ചക്കാരും. അതായത് നമുക്കറിയാവുന്ന ഭവനത്തിലുള്ളവരും ചുറ്റുപാടുമുള്ളവരും കുടുംബത്തിലെ അംഗങ്ങളെ എല്ലാം വിട്ടുമാറിയൊക്കത്തുള്ളൂ. 3 പിതൃഭവനം. ഇതെല്ലാം ഇട്ടെറിഞ്ഞിച്ചു. അപ്പോൾ എനിക്കൊരു പേരുണ്ട്, എനിക്കൊരു കുടുംബത്തിൻ്റെ പേരുള്ളതാണ്, എന്നെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നൊക്കെ നമ്മൾ വിചാരിച്ചെങ്കിൽ കർത്താവ് പറയുന്നത്, അതുകൊണ്ടൊന്നും എനിക്കൊന്നും ഇപ്പം ചെയ്യാനൊക്കത്തില്ല. നീ വിട്ടുമാറേണ്ടിയിരിക്കുന്നു. ദേശത്തെ വിട്ടുമാറണം, ചാർച്ചക്കാരെ വിട്ടുമാറണം, പിതൃഭവനം. എത്രാം വയസ്സിലാണ് പറയുന്നതെന്ന് അറിയാമോ? 75-ാം വയസ്സിൽ. 75-ാം വയസ്സിൽ ദൈവം അബ്രഹാമിനെ പേർച്ചലി വിളിച്ചിട്ട് പറയുകയാണ്. വീണ്ടും വായിക്കുന്നു, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ദൈവം ഏത് ദേശമാണെന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല. ഞാൻ നിന്നെ കാണിക്കാൻ ഒരു ദേശം എനിക്കെൻ്റെ മനസ്സിലുണ്ട്, ആ സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോകാൻ നമ്മൾ ചെയ്യുമോ? ഇവിടെ എല്ലാം കംഫർട്ട് സോണാണ്. എല്ലാം ശരിയായിട്ട് ഞാൻ റെഡിയാക്കി. പ്രത്യേകിച്ച് 75 വയസ്സാകുമ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ ഒരുവിധം റെഡിയാക്കിയിട്ട് എല്ലാം ഒരു സ്വസ്ഥതയായിട്ടിരിക്കുന്ന സമയത്ത് ദൈവം പറയാണ്, അബ്രഹാമേ, നീ ഇതെല്ലാം ഇത്രയെന്നെല്ലാം സ്വസ്ഥതയാക്കി അവിടെ അങ്ങനെ സുഖമായിട്ടിരിക്കുകയല്ലേ, അതെല്ലാം വിട്ട് നീ പോയേ ഒക്കത്തുള്ളൂ. ആ ഒരു 75-ാം വയസ്സിൽ ദൈവത്തെ വിശ്വസിച്ച് ചോദ്യം ചെയ്യാതെ സ്വന്തം ഭവനത്തെയും സ്വന്തം ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ഇട്ടെറിഞ്ഞ് ഉള്ള കുറച്ച് സ്വത്തുകളും കൊണ്ട് അല്ലെങ്കിൽ മൃഗങ്ങളെയും കൊണ്ട് സ്വന്തം അപ്പനെയും പിന്നെ സഹോദരൻ്റെ മകനെയും കൊണ്ട് ദേശം വിട്ടുപോകുന്നു. ഭാര്യ നമ്മൾ ചിന്തിച്ച് നോക്കണം. ആരും എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല. ആരെങ്കിലും ചോദിക്കുക നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ അറിയാമോ? നമ്മൾ മനുഷ്യർ കളിയാക്കത്തില്ല, അവൻ പോവുകയാണ് 75-ാം വയസ്സിൽ ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നതിന് പകരം. അങ്ങനെയല്ലേ നമ്മളും പറയത്തുള്ളൂ. പക്ഷെ അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായിട്ട് കണക്കിട്ടു. അബ്രഹാം വിശ്വസിക്കുക എന്ന് പറയുന്നത് വിശ്വസിക്കുമ്പോൾ പ്രവൃത്തിയും കൂടെ വരുന്ന വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണല്ലോ അബ്രഹാം ഇറങ്ങി തിരിച്ചു. അബ്രഹാമിൻ്റെ യാത്ര നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു സത്യം, നമ്മളെല്ലാം പ്രവാസികളാണ്. പ്രവാസികളെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ നിത്യമായിട്ട് ജീവിക്കുന്ന ഒരനുഭവം അല്ല ദൈവം ഉദ്ദേശം.
എന്നാൽ ഉൽപ്പത്തി ആദ്യ ഭാഗത്ത് ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുൻപ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ദൈവത്തിൻ്റെ രൂപത്തിലും ഛായയിലും നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മളും ദൈവവുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ, എന്നേക്കും അടുത്ത് ജീവിക്കാൻ ദൈവം ആഗ്രഹിച്ചിരുന്നു. പക്ഷെ പാപം വന്നതോടുകൂടി, അതായത് മ്യൂട്ടിനി എന്ന് പറയും, പിശാച് വന്ന് പറഞ്ഞ് പിശാചിന് അവൻ്റെ ഉപദേശങ്ങൾക്ക് കൂടുതൽ വില കൊടുത്തപ്പോൾ പറുദീസയിൽ നിന്ന് വിട്ട് നമ്മളെ അടിച്ചിറക്കേണ്ട ഗതികേട് വന്നതോടുകൂടി, നമ്മളിലുള്ള ദൈവാത്മാവ് മരിച്ചതോടുകൂടി പിശാചിൻ്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന മക്കളായി മാറി. കാരണം നമുക്കിപ്പം അപ്പനില്ല, അപ്പന് പകരം ദത്തെടുത്ത അപ്പൻ, ഒരു ദുഷ്ടനായ അപ്പൻ ഇവിടെ കയറി വന്നില്ല. നമ്മൾ ചോദിച്ചു വാങ്ങിച്ച അപ്പനായത് പിശാച്. അവനാണ് പിന്നെ നമ്മളെ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത്. അപ്പം ദൈവം പറയുന്നു, ഈ അബ്രഹാമിനെ കുറിച്ച് നോക്കുമ്പം കൽദയ ദേശത്തു നിന്ന് അബ്രഹാം മാറിപ്പോകുന്നതിൻ്റെ മകൻ പറഞ്ഞതിൻ്റെ റീസൺ, അവിടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി, സ്വന്തം അപ്പൻ ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങൾ വിറ്റ് കാശുണ്ടാക്കുന്ന ഒരു കൂട്ടരാണ് ഇവർ. അപ്പോൾ ഇവരുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന ഈ കളിമണ്ണ് കൊണ്ടുണ്ടാക്കുന്ന വിഗ്രഹമാണ് ദൈവമെന്ന് വിശ്വസിക്കുന്നിടത്തുനിന്ന് ദൈവം വിളിച്ചു മാറ്റും. നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും നീ വിട്ടുമാറും. അവിടെ നിർത്താം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ വിട്ടുമാറേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമ്പ്രദായങ്ങൾ, അതായത് ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുക, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കത്തുള്ളൂ, എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ വീട്ടിൽ പുറത്തുള്ളവരെ ഒന്നും നല്ല എൻ്റെ ജാതി പെടാത്തവരാണ്ട് അകത്ത് പോലും കയറ്റൂല, ദൂരത്ത് നിന്ന് വേണേ കണ്ടോണം, ഞാൻ മറ്റവരുടെ വീട്ടിൽ നിന്ന് ഒരു സാധനവും വാങ്ങിക്കത്തില്ല, എൻ്റെ വീട്ടിൽ ചില നിഷ്ഠകളുണ്ട്. ഇങ്ങനെ നമ്മൾ ചില നിഷ്ഠകൾ വെക്കുന്നതൊക്കെ ചില സമ്പ്രദായങ്ങളായിട്ട് മാറുമ്പോൾ അതെല്ലാം നമ്മുടെ ജീവിതത്തിലെ നമ്മളെ അങ്ങ് ഞെരുക്കി കൊല്ലുന്ന അവസ്ഥ വന്നാലും നമ്മൾ അതേ തന്നെ പിടിച്ചുകൊണ്ടിരിക്കും. എൻ്റെ പിതാക്കന്മാരിങ്ങനെയായിരുന്നു, ഞാനും ഇങ്ങനെ തന്നെ ചെയ്യും. ചിലർ ദേഷ്യമുള്ളവരെ പറയും. ദേഷ്യമുള്ള ചില വ്യക്തികളോട് സംസാരിക്കുമ്പോൾ അവർ പറയും, എൻ്റെ അപ്പന് ദേഷ്യം ഉണ്ടായിരുന്നു, എൻ്റെ വല്യപ്പന് ദേഷ്യമുണ്ട്, ഞാനും ഇച്ചിരി ദേഷ്യമുണ്ട്. അത് വളരെ ഗമേല. പക്ഷേ നിൻ്റെ ദേഷ്യം കൊണ്ട് ബാക്കി എത്ര പേരെ ആവശ്യമില്ലാതെ വേദനിപ്പിക്കുന്നു എന്ന് നമ്മൾ മറന്നു പോവുകയാണ്. ദൈവത്തിന് ദേഷ്യപ്പെടായിരുന്നല്ലോ. ദൈവം പാപം ചെയ്യുന്ന നമ്മളോട് പോലും നമ്മളെ സ്നേഹിക്കാനാണ് പുത്രനെ അയച്ചു വിട്ടത്. അപ്പം വിട്ടുമാറേണ്ടതായ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും നീ മാറേണ്ടതുപോലെ നിന്നിലുള്ളതായിട്ടുള്ള ദൈവത്തിന് പകരം നീ എന്തിനെല്ലാം ആശ്രയിക്കുന്നോ, ഒരു പക്ഷേ നിൻ്റെ ജോലിയായിരിക്കാം, നിൻ്റെ പണമായിരിക്കാം, നിൻ്റെ കൂട്ടുകാരായിരിക്കാം, പിന്നെ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളായിരിക്കാം, അതായത് കടബാധ്യതകൾ, മറ്റു പ്രയാസങ്ങൾ, ജപ്തി വരുന്ന പ്രശ്നം, ഇതൊക്കെ ദൈവമായിട്ട് മാറുമ്പം ദൈവം പറയുന്നത് ഇതിനെയൊക്കെ നീ അങ്ങ് വിട്ടുമാറിയിട്ട് എൻ്റെ അടുക്കിലോട്ട് വന്നിരിക്കും. അല്പസമയം സിംഹത്തിൻ്റെ പള്ളയ്ക്കകത്ത് ഒളിച്ചിരിക്കാൻ പഠിക്കും. യഹൂദയുടെ സിംഹം റെഡിയാണ് എന്നെയും നിങ്ങളെയും ഏത് സ്റ്റേജിലാണേലും അവൻ്റെ ഉള്ളിൽ കയറ്റി കുറച്ച് നാൾ കൊണ്ടു നടക്കാൻ. കാരണം ഇപ്പം നിനക്ക് നടക്കാൻ അറിയത്തില്ല, നിനക്ക് രോഗമാണ്, നിനക്ക് പ്രയാസമാണ്. അതിൽ ദൈവം തമ്പുരാൻ പറയുന്നു, നീ ഈ സിംഹമാകുന്ന യഹൂദയുടെ സിംഹത്തിൻ്റെ പള്ളയ്ക്കകത്ത് ഒളിച്ചിരുന്നിട്ട് കാര്യം നേടുന്നിടം വരെ നീ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഇരിക്കുമോ? ഇരിക്കത്തില്ല. ഒരു രോഗമാണെന്നിരിക്കും. ഇപ്പോഴത്തെ കാലത്ത് പ്രാർത്ഥിക്കാൻ രോഗികൾക്ക് വേണ്ടി പറയുന്നത് തന്നെ കുറവാണ്. ഇപ്പം നമ്മൾ അമേരിക്കയിലൊക്കെ പോയി ചെന്നാൽ അവരാരും ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് ആദ്യം പറയത്തില്ല, നമ്മളിപ്പം പറയത്തില്ല. അതിന് പകരം ഉടനെ തന്നെ എത്ര ഡോക്ടേഴ്സിനെ അറിയാം, ഇത്ര ആശുപത്രി അറിയാം, അവിടെ പോകാം, അവിടെ നമ്മൾ കയറിയാലോ നമ്മുടെ വീട് വരെ വിൽക്കേണ്ടി വന്നാലും ചിലപ്പോൾ സൗഖ്യം കിട്ടത്തില്ല. എന്നാൽ രോഗസൗഖ്യദായനാന്ന് യേശു ക്രിസ്തു പറയുകയാണ്, എൻ്റെ അടുക്കലേക്ക് വരെ ഞാൻ രോഗസൗഖ്യം ക്രൂശിൽ തന്നിട്ടുണ്ട്. പക്ഷെ അത് പ്രാപിച്ചെടുക്കണമെങ്കിൽ ദൈവം അനുഗ്രഹിക്കാൻ, ദൈവത്തിൻ്റെ ആത്മാവിൽ നമുക്ക് രോഗസൗഖ്യം തരാനും അവൻ കഴിവുള്ളവനാണെന്ന് എനിക്ക് മനസ്സിലായില്ല എങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ദൈവം പറയുന്നത്, എൻ്റെ അട്ടിപ്പിണരുകളാണ് ഞാൻ സൗഖ്യം തന്നിരിക്കുക. അവൻ്റെ ക്രൂശു മരണത്താൽ നമുക്ക് സൗഖ്യം തന്നിരിക്കുക. ഓരോ പ്രശ്നത്തിനും വേദപുസ്തകത്തിൽ ഉത്തരമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അതിൻ്റേതായിട്ടുള്ള വേദപുസ്തകത്തിൻ്റെ വാക്യങ്ങൾ ദൈവം ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു മാനുവലായിട്ട് നമ്മൾ കാണണം. ഈ മാനുവൽ തെറ്റിച്ചാൽ ഇത് നമ്മൾ ഉടഞ്ഞു പോകും. നമ്മളൊരു ചെറിയൊരു ഫ്ലവർ വേസ്, അതായത് ക്രിസ്റ്റൽ കൊണ്ടുണ്ടാക്കിയ ഒരു ഫ്ലവർ വേസ് പോലെയാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ച് നമ്മൾ ഈ ഭൂമിയിലോട്ടായി. പക്ഷെ അത് താഴെ വീണാൽ അത് പൊട്ടിപ്പോകും. പിന്നെ അത് പണിതെടുക്കാൻ ദൈവത്തിന് എത്ര സമയമെടുക്കുന്നു. എന്നാൽ ആദ്യമേ തന്നെ ഈ വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്ന് ഞാൻ വിശ്വസിക്കുന്നു,
നീ എനിക്ക് മതിയാവിനാണ്, നീ എന്നെ അനുഗ്രഹിക്കുന്നതിനാണ്. വിട്ടുമാറേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്നോട് പറയാമെങ്കിൽ ഞാനിതാ വിട്ടുമാറാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ഓരോന്നോരോ എല്ലാം കൂടെ കാണിക്കത്തില്ല, കാണിച്ച് നമ്മൾ വീണുപോകും. ഓരോ ക്യാരക്ടറിലും ഫ്ലോ ഉള്ളത്, അതായത് ബലഹീനമായ ഓരോന്നും ദൈവം തന്നെ വെളിപ്പെടുത്തി എടുത്തു മാറ്റി അവിടെയെല്ലാം പുതിയ നല്ല വൃക്ഷം നട്ട് മനോഹരമായ ജീവവൃക്ഷത്തിൻ്റെ ഒരു പൂന്തോട്ടമാക്കി നമ്മളെ മാറ്റിയെടുക്കും. നമ്മളിന്ന് കണ്ടു നോക്കിയ മനസ്സുകൊണ്ട് ദേഷ്യം വരുന്നിടത്ത് ആ ദേഷ്യ സ്വഭാവത്തിനെ വലിച്ചെടുത്ത് മാറ്റിയേച്ച് നല്ല സ്നേഹത്തിൻ്റെ വിത്തിട്ടിട്ട് അവിടെ ഒരു ജീവവൃക്ഷം കിളുത്തു വരികയാണെങ്കിൽ അതിൻ്റെ മുകളിൽ എത്രയോ പക്ഷികൾ രാവിലെ തോറും വന്ന് പാട്ടുപാടും, എത്രയോ ചെറിയ മൃഗങ്ങൾ അതിൻ്റെ ചുവട്ടിലിരിക്കും, എത്രയോ മനുഷ്യരതിൻ്റെ ചുവട്ടിൽ പായിട്ടോ അല്ലെങ്കിൽ കസേരയിട്ടോ ഇരുന്ന് സന്തോഷിക്കാനിടവരും. പിതാക്കന്മാർ നട്ടുവെച്ച വലിയ വൃക്ഷങ്ങളുടെ ചുവട്ടിലല്ലേ എന്ന് നമ്മൾ ഓരോരുത്തരും സന്തോഷമായിട്ട് റെസ്റ്റ് ചെയ്ത് ദൈവത്തിൻ്റെ സ്തുതി പറയാനിടയാകുന്നത്. അപ്പോൾ അതും ഉണ്ട്, ബാലൻസ് ചെയ്തത് കാണണം. എവിടെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുന്നത്, വരുവീൻ, സിയോൻ മലയുടെ മുകളിലേക്ക് കയറി വരുവീൻ, അവിടെയല്ലോ ദൈവത്തിൻ്റെ ആശ്വാസവും സമാധാനവും. ഈ യേശുവിൻ്റെ വായിൽ നിന്ന് സമാധാനം 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 എന്ന് 3 പ്രാവശ്യം കർത്താവ് പറയുന്നു എങ്കിൽ അതിൽ കൂടുതലൊന്നും നോക്കരുത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാൾക്ക് വേണ്ടി തീരെ രോഗം പിടിച്ചിട്ട് എഴുന്നേക്കാൻ വയ്യാതെ ഈ കോവിഡിൻ്റെ 3ാമത്തെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് എത്ര പേർക്കാണ് ആവശ്യമില്ലാതെ അസുഖം വന്നതെന്ന്. ഇപ്പോൾ അവരത് കോവിഡിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുകയേ വേണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ നമ്മളെല്ലാം വിഡ്ഢികളെ പോലെ എടുത്തവരാണെന്ന് ഓർക്കണം. ഈ 3ാം കോവിഡിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തവർക്കൊക്കെ വലിയ അസുഖം. നമ്മളവിടെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഉത്തരവൊന്നും പറയാൻ ഒക്കില്ല, കാരണം അതുപോലത്തെ ഇഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. പക്ഷേ പ്രാർത്ഥിച്ച് കഴിഞ്ഞ ഉടനെ കർത്താവ് ഇങ്ങോട്ട് പറഞ്ഞു, സമാധാനം 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 3 പ്രാവശ്യം. ഞാൻ പറഞ്ഞു 3 പ്രാവശ്യമാണ് കർത്താവ് സമാധാനം പറയുന്നത്. അതിൽ കൂടുതൽ എന്ത് നമുക്ക് പറയാനിരിക്കുന്നു? ആ ദൈവം സമാധാനത്തിൻ്റെ ദൈവം നമ്മളെ നടത്തും. ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം ഇതാ കടന്നു വന്നിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവം, അനുഗ്രഹിക്കുന്ന ദൈവം, സ്നേഹത്തോട് ഓടി വന്ന് രാവിലെ തോറും ചൂടപ്പം തരുന്നത് പോലെ പാക്ക് ചെയ്ത് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം രാവിലെ തോറും തരുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. നാഥൻ്റെ കയ്യിലേക്ക് വിഷയം ഏൽപ്പിച്ചു തരികയാണ് കർത്താവേ. ഞങ്ങളുടെ ഓരോ ദിവസത്തെ ആവശ്യം ഒരു ദിവസം മാത്രം എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ ആവശ്യത്തിന് മതിയായവൻ നീയാണ് കർത്താവേ. അത് നീ പരിപാലിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഭാരങ്ങളുണ്ട്. കുടുംബങ്ങളിൽ മക്കളെക്കുറിച്ച് വേദനിക്കുന്നവരുണ്ട്, ഭർത്താവിൻ്റെ കാര്യത്തിലുണ്ട്, പണത്തിൻ്റെ ഉണ്ട്, രോഗത്തിൻ്റെ ഉണ്ട്, പലതരത്തിൽ പറയാൻ വയ്യാത്ത പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. ഇവയ്ക്കെല്ലാം ഉത്തരം തരാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, അതെൻ്റെ കർത്താവ്. പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ വന്നിട്ട് അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെന്ന് അല്പനേരം ഒന്ന് വിശ്വസിച്ച് ആ കാൽപാദത്തിൽ ഇരിക്കാനുള്ള കൃപ തരണമേ. ദുഃഖിക്കുന്നവർക്ക് ഇതൊരു ആശ്വാസത്തിൻ്റെയും ആശ്രയത്തിൻ്റെയും വാക്കുകളായിട്ട് മാറണമേ. അതെൻ്റെ വചനം ഞങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൽ പറയുക മാത്രം, അത് ചെന്ന് പ്രവർത്തിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് അവിടെ ചെന്ന് കൊണ്ടിട്ട് നല്ല വൃക്ഷം നല്ല നിലത്ത് വീണിട്ട് 100 മേനിയായിട്ട് ഒരു ജീവവൃക്ഷമായിട്ട് കിളിപ്പിച്ച് മനോഹരമായ ഷെയ്ഡ് നല്ല അതിൻ്റെ തണൽ തരുന്ന അനേകർക്കതൊരു പ്രയോജനമുള്ള ജീവവൃക്ഷമാക്കി ഞങ്ങളെ മാറ്റുക തന്നെയല്ല, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും കുടുംബത്തിൽ ഹൃദയങ്ങളിൽ ഈ വചനം ചെന്ന് വീഴുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. അത് പ്രവർത്തിക്കുക തന്നെയല്ല, അത് വളർന്ന് 100 മേനിയായിട്ട് വർദ്ധിച്ച് അനേകർക്കും ഞങ്ങൾക്കും പ്രയോജനമുള്ളതായി തീരട്ടെ. സകലതും യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.